മാവ് പൂത്ത് തുടങ്ങുന്നതിന് മുമ്പേ ഇതാ മാർക്കറ്റിൽ മാങ്ങ എത്തിയിട്ടുണ്ട്. ചൈനയുടേതാണോ എന്നൊക്കെ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാങ്ങ കിട്ടിയാൽ എനിക്ക് ആദ്യം ചമ്മന്തി ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച മാങ്ങ ആദ്യം മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുക. പിന്നെ ഒരു 3-4 ചെറിയുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ വേണ്ടത് പച്ചമുളകാണ്. കാന്താരി മുളകുണ്ടെങ്കിൽ സൂപ്പർ. നോക്ക് എൻ്റെ വളയുടെയും പച്ചമുളകിൻ്റെയും കളർ ഒന്നല്ലേ, എന്ത് ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാമല്ലേ. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് പൾസ് ചെയ്ത് എടുത്ത് കൊണ്ടുവരാം. അങ്ങനെ പൾസ് ചെയ്തെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടി മിക്സിയിൽ നിന്ന് തിരിച്ച് കൊണ്ടുവരണേ. അപ്പോൾ നമ്മുടെ ചമ്മന്തി അങ്ങോട്ട് റെഡിയായി കഴിഞ്ഞ്. മാങ്ങ ചമ്മന്തി ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ അല്ലേ? പണ്ടുള്ളവർ പറയും, എത്ര കറി ഉണ്ടായാലും മാങ്ങ ചമ്മന്തി കൂട്ടി കഴിച്ചാലേ ചോറിനൊരു ജനിപ്പുള്ളൂന്ന്. ഈ ജനിപ്പുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? അമ്മമ്മമാരൊക്കെ പറയുന്ന ഒരു കാര്യമല്ലേ അത്? അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നല്ല വീഡിയോ ആയി അടുത്ത് വരുന്നതാണ്. അതുവരേക്കും ടാറ്റ ബൈ ബൈ. ഞാൻ പോയി ചോറ് കഴിക്കട്ടെ.